പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ചുരക്ക പരിപ്പ് കറി. അപ്പോൾ എല്ലാവർക്കും മൈ വ്ലോഗ് ജിയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് പരിപ്പ് തൂറുതാളാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ എടുത്തിരിക്കുന്ന പരിപ്പില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് ടർമറിക് പൗഡർ ഇട്ടിട്ട് പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നമ്മളത് പ്രഷർ കുക്ക് ചെയ്യും. അപ്പം നിങ്ങളത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അധികം വിസിലടുപ്പിക്കേണ്ട. അപ്പം ഞാനത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിലോട്ട് ഒരു ഏകദേശം 3-4 വിസിൽ അടുപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഇനി നമുക്ക് പാരലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടില്ല. ഒരു 1/2 കപ്പോളം തേങ്ങ, കുറച്ച് ജീരകം, ഒരു 2-3 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട് നമുക്കതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാനിത് 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ചുരക്ക എങ്ങനെ കട്ട് ചെയ്യണം നോക്കാം. അതിലത്തെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് അത് നല്ല സ്ലൈസ് കുഞ്ഞ് പീസുകളാക്കി കട്ട് ചെയ്യണം. ആദ്യം ഞാൻ യൂഷ്വലി ആദ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ പീസസ് ആക്കുക ചെയ്യാറ്. അപ്പോൾ ഒരു ചുരക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ വേണമെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പരിപ്പ് സോക്ക് ചെയ്തെടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെയും രണ്ടിൻ്റെയും വേവ് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഇട്ടടിക്കാം. പക്ഷെ ഇത് ഞാനത് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് 1 സ്പൂൺ ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും കുറച്ച് ടർമറിക് പൗഡറും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ഞാനധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഇത് ഗിയ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ അതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടത് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക, പിന്നെ റെഡ് ചില്ലി, കുറച്ച് വേപ്പില എല്ലാം ഇട്ടിട്ട് നമുക്ക് സീസണിങ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചുവന്നുള്ളിയും കൂടിയിട്ട് സീസണിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ബൈ.